നട്ടപ്പാതിരയ്ക്ക് മിനിയൂട്ടി പോയിട്ടൊരു ചായ കുടിക്കുക എന്ന് പറയുന്നത് പ്രത്യേക തരം വൈബാണ് കേട്ടോ. പക്ഷേ ഇത്തവണത്തെ പോയിട്ടുള്ള പോക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ആയിപ്പോയി. നൊയമ്പായതുകൊണ്ട് ഒരൊറ്റ ഷോപ്പും കൂടെ ഇല്ല. ചായ പോയിട്ട് ഒരു പൂട പോലും കിട്ടിയില്ല എന്ന് പറയാമല്ലോ. പക്ഷേ ഒരേപോലെ രണ്ട് നായ്ക്കുട്ടികളെ കണ്ടു കേട്ടോ. കാണാൻ നല്ല രസമല്ലേ, കാട്ടിക്കൂട്ടിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കാനൊന്നുമില്ലായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം കടകട പറഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയതും ഇതാ കിടക്കുന്നു ഒരെണ്ണം, അവിടെ ഇവിടെയൊക്കെ ചുറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. വീട്ടപ്പുറത്തുണ്ട്, കുഞ്ഞൂസാണെങ്കിൽ അകക്കൂടി നടക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് മേട്ടൂനെ തുറന്നു വിട്ടില്ല. അത്യാവശ്യം വലിയൊരു ലേശയെ തന്നെയാണ് അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നേരെ അകത്ത് പോയിട്ട് അവരുടെ ഫുഡ് അങ്ങോട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ രാത്രി ഞാൻ ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ. കാരണം ലേറ്റ് ആയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ പറയണം. ആ രീതിയിലാണ് ഇപ്പോൾ ഇവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത് കേട്ടോ. എപ്പോൾ ഉള്ളിടത്ത് ചെന്നാലും ഇവർക്കൊരു പൊന്നായ്മയാണ് കേട്ടോ. എപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവളുടെ നഖം ഭയങ്കര ഷാർപ്പായിട്ടുണ്ട്. ആദ്യം അത്ര ഷാർപ്പൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ മേട്ടൂനെ കൊണ്ടുപോയ സമയത്ത് ഇവളെ ഒന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ആ ഷാർപ്പ്നെസ് കൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ അകത്തുനിന്ന് ഒരാൾ ഓടി വരുന്നത് കണ്ടില്ല. ഓടി വരുന്നതിന് ഇവരെ പാത്രത്തിൽ അങ്ങോട്ട് തല കമത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടെണ്ണം നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ. വേറെ ഒരുത്തിയാണെങ്കിൽ ശങ്കരൻ ഇപ്പോൾ വരുമോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കി വെക്കുന്നുണ്ട്. മേട്ടുവാണെങ്കിലോ എന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും രക്ഷിക്കുമോ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ. എൻ്റെ ഭഗവാനെ, ഈ പെണ്ണിനെ കൊണ്ട് സത്യം പറഞ്ഞ മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ കുടുങ്ങിയത് മേട്ടും കുഞ്ഞൂസും കൂടിയാണ് കേട്ടോ. എന്തായാലും നല്ല രസമാണ് ഇവരെ കാട്ടിക്കൂട്ടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ശങ്കരന് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതിലേറെ രസമുണ്ടായിരിക്കും. കാരണം അടിപിടികൾ ഒരുപാട് കുറയുമല്ലോ. ശങ്കരനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂട്ടുന്ന ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയാൻ വേണ്ടി മറന്നു, ശങ്കരനെ നമ്മൾ കൂട്ടുന്ന ഇറക്കിയതല്ല, കൂട്ടുന്ന ചാടിപ്പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇവളൊന്ന് കമ്പനിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര കമ്പനിയൊന്നും ആവുന്നില്ല കേട്ടോ. നമ്മളെ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ഭാവവ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് കൂട്ടി കയറാൻ പറഞ്ഞു. അവളെ കൂട്ടിലാക്കിയത് അവളുടെ കൂടെ ഓടുന്നുണ്ട് ശങ്കരി. അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല കേട്ടോ, അവളുടെ ചോറ് ആ കൂട്ടി കയറി കഴിക്കാനുള്ള ആക്രാന്തം കൂടി കൊണ്ടാണ് അവൾ ആ ഒരു ഓട്ടം ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. ഒരാളെങ്കിലോ ഇരുത്തി കസാരയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാവാണ്. ഇപ്പം ഭയങ്കരമായിട്ട് നമ്മളുടെ അടുത്ത് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ട് അങ്ങനെയല്ല, ഒന്ന് താലോലിക്കാനും അങ്ങനെ തൊടാൻ പോലും ആളെ കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരാളെ തൊടുമ്പോൾ മറ്റൊരാൾക്ക് ഭയങ്കര കുശുമ്പാണല്ലോ. കുഞ്ഞൂസിൻ്റെ എല്ലാ കുശുമ്പും നമ്മുടെ ശങ്കരിക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പെൺപട്ടികൾക്കാണ് കുശുമ്പ് ഇച്ചിരി കൂടുതലെന്ന്. കാരണം മേട്ടൂരും ശങ്കരനും അങ്ങനെ കുശുമ്പൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അവരവരെ പാടും നോക്കി നിൽക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനിടയിൽ കളിച്ച് കുഴങ്ങി നമ്മുടെ ശങ്കരി അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ശങ്കരൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശങ്കരി. ശങ്കര ഒരു സ്ഥലത്ത് അമർന്ന് മര്യാദയ്ക്ക് നിൽക്കില്ല കേട്ടോ. ഇവളുണ്ടെങ്കിലും കളിക്കും, ഇല്ലെങ്കിലും കളിക്കും. പക്ഷെ ശങ്കരി കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ മുക്കാ സമയം അവൾ റെസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അവൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കളിയൊന്നും നിർത്തില്ല, അവൻ തുടർന്നുകൊണ്ടേയിരിക്കും.